വൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കേറ്ററ്റ് കാറ്റഗറി 1-ൻ്റെ ആൻസർ കീ, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ കീയുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഷീ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്, ദിസ് സെൻറ്റൻസ് എക്സ്പ്രസ്. ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല, ഉത്തരം മാത്രം പറഞ്ഞു പോവുകയാണ്, കാരണം വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം അസംഷൻ എന്നുള്ളതാണ്. കറക്റ്റ് ഉത്തരമായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ കറക്റ്റ് ഉത്തരം വരുന്നത് അസംഷൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം: എവ്രി വൺ ഈസ് പ്രസൻറ്റ്. ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. എവ്രി വൺ ഈസ് പ്രസൻറ്റ്. ഇവിടെ എവ്രി വൺ എന്ന് സൂചിപ്പിക്കുന്നത് ഒരു കൂട്ടം ആളുകളെയാണ്. അതുകൊണ്ട് കറക്റ്റ് ഉത്തരം ആറിൻഡ് ദേ എന്നാണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ആറിൻഡ് ദേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ. സോ ഹിയർ ഒരുപാട് ആൻസർ. ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഈ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഈ പാസ്റ്റ് ടൈം സൂചിപ്പിക്കാറില്ല. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സിമ്പിൾ പാസ്റ്റ് കൺസ്ട്രക്ഷനാണ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഓൾറൈറ്റ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. യു ക്യാൻ എൻ്റർ ദ ഹാൾ ഓൺലി ആഫ്റ്റർ കീപ്പിംഗ് ദ ഫുഡ് വെയർ ഔട്ട്. ഓപ്ഷൻ ബി. ഇനി അടുത്ത ചോദ്യം: ഇഫ് യു അപ്രോച്ച് ഹിം. ദ ഫസ്റ്റ് പോസിബിൾ കണ്ടീഷനാണ് ഇഫ് യു അപ്രോച്ച് ഹിം. അപ്പോൾ അതിൻ്റെ ഇത് വരേണ്ടത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ഹി വിൽ ടെൽ യു. ഇഫ് യു അപ്രോച്ച് ഹിം, ഹി വിൽ ടെൽ യു. ഓൾറൈറ്റ്. നെക്സ്റ്റ് വിൽ ഗോ ഫോർ ദ 127ാമത്തെ ചോദ്യം: ഹി വോണ്ട് കം ഡാഷ് യു ഇൻവൈറ്റ്. ഇത് അൺലെസ്, നമ്മുടെ ഈഫിൻ്റെ ഓപ്പോസിറ്റാണ് അൺലെസ്. ഓക്കെ. ഈഫ് നോട്ട് എന്നതിൻ്റെ കറക്റ്റ് ഒരു വാക്കാണ് അൺലെസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം, അൺലെസ്. നെക്സ്റ്റ്: ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ. ഇഫ് ഷീ ഹാഡ് എ പ്രോപ്പർ വിഷൻ. ഇവിടെ ഇംപ്രോബബിൾ കണ്ടീഷനാണ്. അപ്പോൾ അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ്. ഷീ വുഡ് സക്സീഡ് ഇൻ ഇറ്റ്. ഓക്കെ. ഇംപ്രോബബിൾ കണ്ടീഷൻ. അടുത്ത ചോദ്യം: ദേ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ഏതാ ടെൻസ്? ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. So this sentence can also be expressed as it has been completed. കാരണം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് കൺസ്ട്രക്ഷനാണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് കൺസ്ട്രക്ഷൻ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്നാണ്. ഇതാണ് എൻ്റെ ഉത്തരം. നമുക്ക് ആൻസർക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാ ഉത്തരവും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇൻ മൈ നോളജ് ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്: ദേ ഹാവ് നെവർ ഹെൽപ്ഡ് അസ്. ക്വസ്റ്റ്യൻ ടാഗാണ്. എഗെയിൻ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. നെവർ എന്നുള്ളത് നെഗറ്റീവ് ആണല്ലേ. അപ്പോൾ ഇവിടെ ഹാവിൻ്റെ ദേ എന്ന് പറയാൻ പാടില്ല, കാരണം നിങ്ങൾക്കറിയാം ദേ നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് ആക്കണം. സോ ഹാവ് ദേ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 131: ദ റേഞ്ച് അപ് ടു വെയർ ദ ലേണർ ഈസ് ഏബിൾ ടു പെർഫോം ബട്ട് ഓൺലി വിത്ത് ദ സപ്പോർട്ട് from a more knowledgeable person is called scaffolding is the right answer. I think so. Scaffolding. We can check it out when the answer comes. And മറ്റത് 132ാമത്തെ ചോദ്യം: these rooms are kept for the special purpose. അപ്പോൾ ഇതിൻ്റെ ഫ്രൈസൽ വേർബാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഉത്തരം വരുന്നത് സെറ്റ് അപ്പാർട്ട് എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. സെറ്റ് അപ്പാർട്ട്. ഓപ്ഷൻ സി. ഓക്കെ. 134ാമത്തെ ചോദ്യം: ജോൺ വാസ് ഡാഷ് റിസീവിങ് കോൾസ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. അക്യൂസ്ഡ് ടു, അക്കസ്റ്റംഡ് ടു എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി. ഓക്കെ. അക്കസ്റ്റംഡ് ടു, പതിവാകുക, അതൊരു സ്ഥിരമാവുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അക്കസ്റ്റംഡ് ടു. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. സോ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഇതിൻ്റെ ചോദ്യം ഹൗ ലോങ് ഹാസ് ഷീ ബീൻ വർക്കിംഗ് ഹിയർ എന്നായിരിക്കണം കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ. 136: ഹിസ് വേർഡ്സ് മസ്റ്റ് ബി ടേക്കൺ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട്, റൈറ്റ്. സോ ബിലീവ് പാർട്ട്ലി ഓൺലി, കുറച്ച് ഭാഗം മാത്രം, മുഴുവനായിട്ടല്ല. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ ചോദ്യം 138ാമത്തെ ചോദ്യം: സ്ട്രെച്ചിങ് ഈസ് എ ഡാഷ് ജെൻറൽ എക്സസൈസ് സപ്പോസിഡ്ലി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം, സപ്പോസിഡ്ലി. ഓക്കെ. 139ാമത്തെ: ഹീസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ്. സോ ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ്. എൻ്റെ ഒരു ഒപ്പീനിയൻ
നമുക്ക് ആൻസർ കീ നോക്കാം. ഏതായാലും ഇത് ഞാൻ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചെറിയൊരു ഡൗട്ടുള്ള ഇതാണ് ആൻസറാണ് പറയുന്നത്. ഹീസ് ടു കെയർലെസ് ടു വിൻ എ പ്രൈസ് എന്നായിരിക്കണം കറക്റ്റ് ആൻസർ. 140ാമത്തെ ചോദ്യം. ദ എറർ എ ലേണർ മേക്സ് ലൈക്ക് ദിസ് ഐ റൈറ്റഡ്. ഇത് ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. സിൻടാക്റ്റിക്കൽ എററാണത്, സിൻടാക്റ്റിക്കൽ എറർ. ഓക്കെ. എനി പീസ് ഓഫ് എക്സ്റ്റൻഡഡ് ലാംഗ്വേജ് റിട്ടൺ ഓർ സ്പോക്കൺ ദാറ്റ് ഹാസ് എ യൂണിറ്റി and a meaning and a purpose can be called as language discourses. Option C. Okay. And reading for pleasure can also be called as extensive reading. Extensive reading. Dash being a millionaire, he lives in a very small house. 145ാമത്തെ ചോദ്യം ഉത്തരം in spite of being a millionaire. ഓക്കെ. ഇനി നേരെ നമ്മൾ ഇതിലേക്ക് പോവുകയാണ്. പാസേജ് 146ാമത്തെ ചോദ്യത്തിലെ ഉത്തരം സി ആണ് ഉത്തരം. ഡ്രം ഓൺലി, സി. 147 3 മ്യൂസിക്കൽ ഡിവൈസ്, ഡി ആണ് കറക്റ്റ് ഉത്തരം. 148 ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്യാൻ പ്രൊഡ്യൂസ് മ്യൂസിക്. 149 ഗിറ്റാറാണ് ഉത്തരം. ഓപ്ഷൻ ബി. 150 സ്ട്രം ആണ് ഉത്തരം. ഓക്കെ. അപ്പം എക്സാം എഴുതി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗ്രാമാറ്റിക്കൽ തിങ്സും വീഡിയോസും വളരെ കൃത്യമായിട്ട് തന്നെ ഇനി വരുന്ന LP UP എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കാം. ബൈ.